ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരെ സംബന്ധിച്ച് അവർക്ക് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ക്ലെയിം റിജക്ഷൻ വരുന്നതാണ്. അപ്പൊ ക്ലെയിം റിജക്ഷൻ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളുള്ളത്. എൻ്റെ പേര് ആന്റണി തോമസ്, ഞാൻ LIC ഏജന്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ 3 മേഖലയെക്കുറിച്ചും. അപ്പം നിങ്ങൾക്ക് അതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്ലെയിം റിജക്ഷൻ വരാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അതിന്റെ കണ്ടീഷൻ, ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കണ്ടീഷൻ ആദ്യം മനസ്സിലാക്കുക. കണ്ടീഷന് അനുസരിച്ചല്ലെങ്കിൽ ക്ലെയിം റിജക്ഷൻ വരും. കണ്ടീഷൻ എന്താണ്? ഒരു പോളിസി ചേർന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞ് അപകടം മുഖാന്തരമുള്ള ആശുപത്രി ചെലവാണ് സ്റ്റാർട്ട് ചെയ്യുക. 30 ദിവസം കഴിഞ്ഞാൽ പനി പോലുള്ള അസുഖങ്ങളാണ് കവർ ചെയ്യുക. 2 വർഷം കഴിഞ്ഞാലാണ് ഓപ്പറേഷൻ കേസുകൾ. ഇപ്പോൾ കിഡ്നി സ്റ്റോൺ, പൈൽസ്, യൂട്രസ് റിമൂവൽ, ഹെർണിയ, കട്രാക്ട് അങ്ങനെ പറയുന്ന ഒരു സ്പെഷ്യൽ ഡിസീസ് ആയിട്ട് 24ഓളം രോഗങ്ങൾ 2 വർഷം കഴിഞ്ഞാൽ കിട്ടുക. ഇനി നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് 3 വർഷം കഴിഞ്ഞാൽ കിട്ടുക. അത് നിങ്ങൾ പ്രപ്പോസലിൽ കാണിച്ചില്ലെങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ കിട്ടുക. ഇനി അതല്ല പ്രപ്പോസലിൽ കാണിച്ചില്ലെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ ആ പ്രപ്പോസൽ തന്നെ ക്യാൻസൽ ചെയ്യാൻ അനുവാദം, അധികാരം ഇൻഷുറൻസ് കമ്പനിക്ക്. ഇതാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് ക്ലെയിം റിജക്ഷൻ വരാൻ സാധ്യത പോർട്ട് ചെയ്യുമ്പോഴാണ്. ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിക്ക് നിങ്ങൾ പോളിസി പോർട്ട് ചെയ്യുന്ന സമയത്ത് നിലവിൽ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കുക. അതായത് നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും ചികിത്സയ്ക്ക് മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതും, അതുപോലെ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ, അത് മുഴുവൻ തന്നെ ഈ പ്രപ്പോസൽ കാണിക്കുന്നത്. മറ്റേ കമ്പനിയിൽ കാണിച്ചു എന്നൊരു കാര്യമില്ല. ഈ കമ്പനിയിൽ കാണിച്ചില്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ സീനിയോറിറ്റി ഓക്കെയാണ്, പക്ഷെ നിങ്ങൾ കാണിച്ചിട്ടാണ് പ്രപ്പോസൽ കമ്പനി ആക്സെപ്റ്റ് ചെയ്യുക. വലിയ രോഗങ്ങളാണെങ്കിൽ കമ്പനി പോളിസി സ്വീകരിക്കില്ല, നിങ്ങൾക്ക് പോർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതിനാണ് നേരത്തെ കൂട്ടി ഇത് പോർട്ട് ചെയ്യാൻ കൊടുക്കാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കമ്പനി ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 2 കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ പേര് ഞാൻ നേരത്തെ ആന്റണി തോമസ്. ഞാൻ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എന്നെ വിളിക്കരുത്. പരമാവധി നിങ്ങൾ വാട്സപ്പിൽ വോയിസിലോ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വയ്ക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മിക്കവാറും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ വിവിധ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതും വിട്ടിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്, കൺസൾട്ടിങ് ഫീസ്. അത് റീഫണ്ടബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പ്രീമിയം ചോദിച്ചിട്ട് പലരും വിളിക്കുന്നുണ്ട്, അതുപോലെ പല കാര്യങ്ങൾക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഫീസ് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫീസിൻ്റെ ഘടനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു LIC പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേർന്നാൽ ഈ പൈസ റീഫണ്ടബിൾ ആണ്, അല്ലെങ്കിലാണ് ഫീസായിട്ട് മാറുക. അപ്പോൾ നിങ്ങൾ പൈസ അടച്ചാലാണ് ഞാൻ അതിൽ മറുപടി പറയുന്നത്. ഞാൻ മുൻപ് കുറേ വീഡിയോസ് ചെയ്ത് അതിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുൻപ് കണ്ട പല ആൾക്കാരും ഇപ്പം എന്നെ വിളിക്കേണ്ടത് ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് നിങ്ങൾ ഏത് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് വെച്ചാൽ ആ വീഡിയോയുടെ ഒരു സ്ക്രീൻഷോട്ട് കൂടി അതിലിടുക. അതുപോലെ പരമാവധി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാം അതിൽ, അല്ലാതെ അതിൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രതീക്ഷിച്ച് നിങ്ങൾ അതിൽ ചോദ്യം ചോദിക്കൽ വാട്സപ്പിൽ മാത്രം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട്